ഹലോ ഡിയേഴ്സ്, LS ഫാമിലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ കാപ്പിപ്പൊടീൻ്റെ വീഡിയോ ആയിട്ടാണ്. ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കാപ്പിപ്പൊടിക്ക് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അല്ലേ. ചിക്കൻ ഇട്ടിട്ടാണെങ്കിൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം ചിലത് ഈ കാപ്പിക്കുരു മാത്രമായിരിക്കും, എന്നാലും രുചി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ കാപ്പിപ്പൊടീൻ്റെ കൂടെ എന്തൊക്കെ ചേർത്താലേ രുചി കിട്ടാമെന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇതിപ്പോൾ 250 ഗ്രാം കാപ്പിപ്പൊടിയുണ്ട്. ഇത് നമ്മൾ വയനാട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൽ കാപ്പിക്കുരു മാത്രമേ ഉള്ളൂ, വേറൊന്നും ചേർത്തിട്ടില്ല. ചിക്കറി ഒന്നും ബ്ലെൻഡഡ് അല്ല കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അരി എടുത്തിട്ടുണ്ട്. അത് കുറുവരി ഞാൻ എടുത്തിരിക്കുന്നത്, റേഷൻ അരിയോ ഏതരി വേണേലും എടുക്കാം കേട്ടോ. അരി നല്ലൊരു ബ്രൗൺ കളറാകുമ്പോൾ അതിലേക്ക് നമുക്കൊരു 50 ഗ്രാം ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കണം. നല്ലൊരു ബ്ലാക്ക് കളറാകുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നല്ല ബ്ലാക്ക് കളറാകുമ്പോൾ അതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കണം. ചെറിയ ജീരകമാണ്. അതൊരു 150 ഗ്രാം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അതും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അത് ഇത്തിരി ബ്ലാക്ക് കളറായിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഒരുപാട് ബ്ലാക്കൊക്കെ ആയി കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും കേട്ടോ. അപ്പം നമുക്കത് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 100 ഗ്രാം ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ച ഏലക്കയാണെങ്കിൽ നന്നായിട്ട് തന്നെ അത് ചൂടാക്കിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് ശരിക്കും പൊടിഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കത് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ തണുക്കണം കേട്ടോ, എങ്കിലേ നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പം നമുക്കിത് നന്നായി തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം. ചൂടോടെ പൊടിച്ചാൽ ഈ ഏലക്കൊന്നും പൊടിഞ്ഞ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായി തണുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. അരിപ്പയിൽ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ട് തന്നെ മിക്സിയിൽ തന്നെ പൊടിഞ്ഞ് കിട്ടുന്നതാണ്. അതിനെ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. പിന്നെ നമ്മളെടുത്ത് കാപ്പിപ്പൊടി അതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിലിട്ട് മിക്സ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കൈ കൊണ്ട് മിക്സ് ചെയ്യരുത് കേട്ടോ. കുറച്ച് നാളത്തേക്കൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതല്ലേ. അപ്പോൾ സ്പൂണും കൊണ്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ പൊടിച്ചതിൻ്റെ കളറ് മാറ്റമുണ്ടല്ലേ, അപ്പോൾ രണ്ടും ഒരേ കളറിലാകുന്ന വരെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതുണ്ട്, ഇതുപോലെ ഒരേ കളറാകുന്ന വരെ ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്കതൊരു നല്ലൊരു ബോട്ടിലിൽ ഇട്ട് വയ്ക്കാം കേട്ടോ. ഇപ്പോൾ 250 ഗ്രാം എടുത്തപ്പം ഇപ്പോൾ ഒരു 500 ഗ്രാമിനടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര നാളിരുന്നാലും നല്ല ടേസ്റ്റേ ഉണ്ടാവുള്ളൂ. ടേസ്റ്റ് ഒട്ടും കുറയില്ല, കൂടത്തേ ഉള്ളൂ. അപ്പം നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബോട്ടിലിൽ ഇട്ട് വയ്ക്കുക കേട്ടോ. എന്നും രാവിലെ എണീറ്റാട് നമുക്കൊരു ഗ്ലാസ് കോഫി കിട്ടുവാണെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ ഉഷാറുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊരു ഉപകാരപ്പെടട്ടെ. അപ്പം ചുക്ക് കാപ്പി ഉണ്ടാക്കാനാണെങ്കിലും ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ പൊടീൻ്റെ കൂടെ കുറച്ച് ചുക്കും കൂടെ ചേർത്ത് ശർക്കര ഇട്ടാൽ ചുക്ക് കാപ്പി റെഡിയാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.